ഹലോ ഗായ്സ്, അപ്പം ഇന്നൊരു പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. പൊതുവേ പരിപ്പ് വട നമ്മൾ പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പം നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി കടല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ചുവപ്പ് കടല, നെൽക്കടല എന്നൊക്കെ ഇതിന് പറയും കേട്ടോ. അപ്പം നന്നായിട്ട് കഴുകിയിട്ട് ഇതെന്താ ചെയ്യുക, കുറച്ചായിട്ട് മിക്സിയിൽ അരിച്ചെടുക്കുക കേട്ടോ. സോറി, മാറിപ്പോയതാ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പച്ചമുളക്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കരിവേപ്പില, ചപ്പ്, പുതിന, ഇതൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിന് ശേഷം ഒരു മിക്സിയെ ജാറെടുത്തിട്ട് ഒന്ന് അരയ്ക്കുക. ഈ 2 സവാള ആവശ്യമുണ്ട് കേട്ടോ. നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ അപ്പോൾ 2 സവാള എടുത്തിട്ടുള്ളൂ. അത് ചെറുതാക്കിയിട്ട് അരിയുക. പിന്നെ ഇതിൻ്റെ കുറച്ച് വലിപ്പം കൂടിപ്പോയി. അത് കഴിഞ്ഞിട്ട് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ നമുക്ക് നോക്കിയിട്ട് ബാക്കി ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാൻ അപ്പം മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി വെക്കുക. എന്നിട്ട് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചിട്ട് ഈ പരിപ്പ് നന്നായിട്ട് കൈമെടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് ചട്ടിയിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇടാം. ഞാൻ അപ്പം 4 എണ്ണ ഇട്ടിരിക്കണത്. നിങ്ങളെ ചട്ടീൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇടാം. എന്നിട്ട് ഒരു ഭാഗം മൊരിഞ്ഞ് വരുന്നതിന് ശേഷം എന്ത് ചെയ്യുക, മെല്ലെ മറിച്ചിട്ട് കൊടുക്കുക. അതിന് മുന്നേ മറിച്ചിടുകയാണെങ്കിൽ ഓരോ ഭാഗം ഇങ്ങനെ പൊട്ടി വരും. എന്നിട്ട് അടുത്ത ഭാഗം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. സാധാ പരിപ്പിനെക്കാട്ടി ടേസ്റ്റ് എനിക്ക് തോന്നിക്കണേ കടല വെച്ചുള്ളതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.